മലയാളത്തിലെ ഏറ്റവും വലിയൊരു നടന്റെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ഇത് എന്ത് സംഭവിച്ചു? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ കമന്റ്സുകളും മറ്റൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. മൊത്തം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ ഇല്ല, വീഡിയോ ഇല്ല, ട്രെയിലർ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ അതിനൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ട്. അത് വെറും ഒരു ട്രെയിലർ അല്ല, ഒരു കിടിലൻ ട്രെയിലർ ആണെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു ലാഗ് കൂടി വന്നേക്കുന്നത് എന്നൊരു കാര്യം കൂടി കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞേ പറ്റൂ. കാരണം ഈ സിനിമയുടെ റിലീസിംഗ് പോലും സംഭവിക്കുക എന്നുള്ള രീതിക്കുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇന്ന് മാർച്ച് 14 തീയതിയായിട്ട് കൂലി സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു കിടിലൻ അപ്ഡേറ്റ് വരുന്ന കാര്യം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. അത് സംഭവിച്ചേക്കാണ്. ഒരു ഒന്നൊന്നര അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. കാരണം ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ആക്ടർ ദ പെർഫെക്ഷനിസ്റ്റ് തന്നെ ഈ സിനിമയ്ക്കകത്തൊരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരാൻ പോകുന്ന സമയത്ത് അതിനപ്പുറം ഈ സിനിമയ്ക്കൊന്നും കിട്ടാനായിട്ടില്ല. കാത്തിരിക്കാനായിട്ട് വേറൊന്നും വേണ്ട. എന്താന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമ, മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമ, ഏറ്റവും വലിയ നടന്മാരുള്ള സിനിമ, കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്ന സമയത്ത് കണ്ണു തള്ളി പോയിക്കുന്ന തരത്തില് കഴിഞ്ഞ മാസം മുഴുനീളം ഒരുപാട് അപ്ഡേറ്റുകൾ തന്നിരിക്കുന്ന ഒരു സിനിമ ഈ മാസം എവിടെയെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമ കാണാനില്ല ഗൈസ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 14 ദിവസങ്ങളായിട്ട് ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചായിരുന്നു. നമുക്കറിയാം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2 പ്രൊഡക്ഷൻ കമ്പനികൾ കൂടിയിട്ടാണ്. ഒന്ന് ലൈക്ക, പിന്നെ ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന 2 പ്രൊഡക്ഷൻ കമ്പനികൾ, 2 ജയന്റ് പ്രൊഡക്ഷൻ കമ്പനികൾ കൂടിയിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. ഉദ്ദേശം 200 കോടി രൂപയുടെ അടുത്തുള്ള രീതിക്കുള്ള ഒരുപാട് സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. വലിയ ബഡ്ജറ്റ് പടമായതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഒരു കൊലാബറേഷൻ വെച്ചുകൊണ്ട് ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ഈ ഒരു സിനിമ കൊലാബറേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ലൈക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു സം തിങ്സ് എന്തോ അവരുടെ ഇടയിൽ നടക്കുന്ന കുറേയധികം ഇന്റേണൽ ഇഷ്യൂസുകളൊക്കെ കാരണം ഈ സിനിമയെ കുറിച്ച് അവർക്ക് ഒരുപാടധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അതായത് ആശീർവാദും ലൈക്കയും തമ്മിൽ ഒരുപാടധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. OTT-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ സംഭവിച്ചായിരുന്നു. പറയുന്ന ഡാറ്റകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 കോടി രൂപയാണ് അവർ സിനിമയ്ക്ക് വേണ്ടി ചോദിച്ചേക്കുന്ന നഷ്ടപരിഹാരം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതായത് ആശീർവാദിന് സിനിമയുടെ ഫുൾ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കാനായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 75 കോടി പ്ലസ് ഒരു 10 crores കൂടി അഡീഷണൽ ചോദിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കാനായിട്ട് സാധിച്ചിരുന്നു. എന്തിനാണെങ്കിലും ഉദ്ദേശം ഒരു 80 കോടി രൂപയുടെ മേലെ നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു ശരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ സിനിമയുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും വരാതുന്നത്. ഹിന്ദിയിൽ നിന്നുള്ള യാഷ്രാജ് ഫിലിംസ് അടക്കം ഒരുപാട് സിനിമകളുമായിട്ട് ശരിക്കും ആശീർവാദ് കോൺടാക്ട് ചെയ്തെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ സിനിമ കോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഈ നഷ്ടം എല്ലാം നികത്തി ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് യാഷ്രാജ് പോലുള്ള വലിയ ഒരുപാട് കമ്പനിയായിട്ട് അവർ സംസാരിച്ചായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസരം വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസറായിട്ട് കയറിയിരിക്കുന്നത്. അവരാണ് ഇന്നയക്കുന്നത് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. എനിവേസ് നാളെ മുതൽ ഈ സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകൾ വരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ റിലീസിംഗ് ആണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഒരു അപ്ഡേറ്റ് പോസ്റ്ററും ഈ ദിവസങ്ങളിൽ വരുമെന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണല്ലേ മലയാളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ സിനിമയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടിയും പൂട്ടി അവസാനം സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്ന ആ ദിവസങ്ങൾ അടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് സിനിമ ഇങ്ങനെ ലാപ്സ് ആയി പോകാന്നുള്ളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇതൊക്കെ മുന്നേ തന്നെ പറഞ്ഞ് സെറ്റിൽ ആക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാം ലൈക്കയുടെ ഒരുപാട് പടങ്ങൾ നേരത്തെ പൊട്ടിയായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്ന ആ വിടാമീർച്ച അടക്കം വലിയ രീതിക്കുള്ള ലോസ് തന്നെയായിരുന്നു അവർക്ക് കൊണ്ടുവന്നായിരുന്നത്. എന്തിനാണെങ്കിലും ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വരുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് പൃഥ്വിരാജ് ഇപ്പൊ നമുക്കറിയാം SSMBയുടെ അതായത് മഹേഷ് ബാബുവിന്റെ ഒരു വലിയ പ്രൊജക്ട്, അതായത് രാജമൗലി ആൻഡ് മഹേഷ് ബാബുവിന്റെ ആ ഒരു പ്രൊജക്ടിനകത്താണ് ഇപ്പൊ അദ്ദേഹം വില്ലൻ റോള് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷൂട്ടിംഗ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് അദ്ദേഹം എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലോട്ട് വരുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരും, ഇൻക്ലൂഡിംഗ് ട്രെയിലർ ലോഞ്ച് പോലും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ശരിക്കും ലോകേഷ് കനകരാജ് എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരുപാട് പടങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടല്ലേ. അതായത് തമിഴിലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല കിടിലം മേക്കേഴ്സിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന 1-2 ആൾക്കാരുടെ പേര് എന്ന് പറയുന്നതിൽ ഈ ജനറേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന ഒരു ഡയറക്ടറാണ്, ഒരു സെലിബ്രിറ്റി ഡയറക്ടറാണ് ശരിക്കും ദ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഡയറക്ടറാണ് ലോകേഷ് കനകരാജ് എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ വന്നായിരുന്നു. പക്ഷെ ഞാൻ കാത്തുനിന്നത് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് LCU ഷോർട്ട് ഫിലിമിന്റെ അപ്ഡേറ്റ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷേ കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരു കിടിലൻ അപ്ഡേറ്റ് വരുന്നുള്ളൊരു കാര്യം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. അത് മിക്കവാറും ഈ സിനിമയിൽ വരുന്ന അമീർ ഖാന്റെ അപ്ഡേറ്റ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മുന്നേ തന്നെ ഒരു സ്പെക്കുലേഷൻ പറഞ്ഞായിരുന്നു. അതിപ്പോ സംഭവിച്ചേക്കാണ്. യെസ്, അമീർ ഖാന്റെ ഫ്രം ദ സെറ്റ്സ് ഓഫ് കൂലി
കൂലിയുടെ സെറ്റിൽ നിന്നുള്ള ആമീർ ഖാന്റെ ഒരു പിക്കാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ലോകേഷ് കനകരാജ് ആമീർ ഖാനും കൂടി നിൽക്കുന്ന ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കൂലിയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഇതൊരു നോൺ LCU സിനിമകളാണെന്നുള്ള സ്പെക്കുലേഷൻസുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഇന്നലെ കൂടി ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇത് LCU സിനിമയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. LCU ആയാലും അല്ലെങ്കിലും ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ലോകേഷ് കനകരാജ് പടം. സോ അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തുള്ള വില്ലൻ ആരാണെന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിവേസ് ഇപ്പോൾ അമീർ ഖാനെ അവർ റിവീൽ ചെയ്തേക്കാണ്. അമീർ ഖാൻ അങ്ങനെ കൂലിയിലുണ്ടെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടും അങ്ങനെ സെറ്റ് ആയേക്കാണ്. കൈദി 2 എന്തായാലും ഇപ്പൊ ഉണ്ടാവില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. കൈദി 2 ഈ വർഷത്തെ അവസാനത്തോട് കൂടിയിട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ തന്നെയായിരുന്നു മുന്നേ തന്നെ കേട്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ കമ്മിറ്റ്മെന്റ്സിലെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ സിനിമ ഭയങ്കരമായിട്ട് ലാഗായിട്ട് വന്നേക്കാണ്. അതുകൊണ്ട് ഈ വർഷം അവസാനത്തോടു കൂടി സിനിമ ഉണ്ടാവില്ല, നേരെ മറിച്ച് അടുത്ത വർഷത്തോട് കൂടിയിട്ടായിരിക്കും കൈദി 2 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള വാർത്തകൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ലോകേഷ് കനകരാജിനെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ മേലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേക്കേഴ്സിൽ ഒരാളെന്ന് പറയുന്നത് കാർത്തിക് സുബരാജിന്റെ പടമാണ്. നമുക്കറിയാലോ കാർത്തിക് സുബുന്റെ പടം എന്ന് പറയുന്ന സമയത്ത് അതിനൊരു റേഞ്ച് ഉണ്ട്. എല്ലാ പടങ്ങൾക്കും ഞാൻ വീണ്ടും പറയാനായിട്ട് നിൽക്കണില്ല, എല്ലാവരും കണ്ടേക്കുന്ന മോസ്റ്റ് ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കും എന്തായാലും കാർത്തിക് സുബരാജ് എനിക്ക് തോന്നുന്നു. കാർത്തിക് സുബരാജിന്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് സൂര്യയുടെ കൊലാബറേഷൻ വരാൻ പോകുന്ന കാർത്തിക് സുബരാജ് പടമായിട്ടുള്ള റെട്രോ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. നമുക്കറിയാം സൂര്യ എന്ന് പറയുന്ന ഒരു നടന് കഴിഞ്ഞ കങ്കുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ലോസ് ഉണ്ടായിരുന്നു. നമുക്കറിയാലോ സിനിമയ്ക്ക് വേണ്ടത്ര രീതിക്കുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയായിരുന്നില്ല. സൂര്യയുടെ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിക്കുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയേക്കില്ല, OTT ഡീല് സംഭവിക്കില്ല എന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ മുന്നേ തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തകർത്ത് മറിച്ചുകൊണ്ട് സൂര്യയുടെ ഒരു കിടിലർ റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഏറ്റെടുത്തേക്കുന്നത് വേഫെയർ ഫിലിംസ് ആണ്. അതായത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള വേഫെയർ ഫിലിംസ് ആണ് റെട്രോ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എല്ലാം യാരാലെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വൺ ആൻഡ് ഓൺലി കാർത്തിക് സുബരാജ്. സൂര്യ ഓഫ് കോഴ്സ് ബ്രാൻഡാണ്, ഒരു വലിയ ബ്രാൻഡാണ്. പക്ഷേ ഒരു കാർത്തിക് സുബരാജ് പടം എന്ന് പറയുന്ന സമയത്ത് അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു കാര്യം OTTക്ക് പോലും അറിയാവുന്ന എനിക്ക് തോന്നുന്നു. സോ എമ്പുരാൻ സിനിമ മാർച്ച് 27-ാം തീയതി തന്നെ ഇറങ്ങുമോ? കാരണം ഇതൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും ഇറങ്ങും, ആ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. കാരണം മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ സിനിമ, അതിന് ഏറ്റവും വലിയ സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ക്യാൻവാസ് ഉള്ള സിനിമയ്ക്ക് എന്തായാലും 27-ാം തീയതി ഈ സിനിമ ഇറങ്ങുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫാൻസുകാരൊക്കെ ഒരുപാട് പേരാണ് ഇപ്പൊ ഫാൻ ഷോ ബുക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മോഹൻലാൽ പടത്തിന് വേണ്ടിയിട്ട് ഇത്രയും മാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്തേക്കുന്ന ഒരു സിനിമ വേറെ കാണില്ല. ആണും പെണ്ണൊന്നുമില്ല, അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ സിനിമ പോയി കാണാനായിട്ടാണ് നിൽക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് പേരാണ് ഈ പടം ഫസ്റ്റ് ഡേ തന്നെ കാണാനായിട്ട് നിൽക്കുന്നത്. സോ ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിരാശയായിട്ട് മാറാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പടം നല്ലൊരു വിജയമായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം അറിയാലോ മോഹൻലാലിന്റെ ഒരു വലിയൊരു പടമാണ്, അദ്ദേഹത്തിന്റെ കംബാക്കിന്റെ ഏറ്റവും വലിയൊരു ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സോ ഒരു വലിയ സിനിമയായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ കൂലി സിനിമയിൽ വന്നേക്കുന്ന വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന അമീർ ഖാന്റെ കഥാപാത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? കാരണം അദ്ദേഹത്തിന്റെ ലുക്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ കാണുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ മാതിരി ലുക്കാണ്. എന്തിനാണെങ്കിൽ എന്താണ് കൂലി സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ? ഇതൊരു LCU സിനിമയാണോ എന്നുള്ളൊരു ക്ലീഷ ചോദ്യം ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് മെസ്സേജ് സൈനിങ് ഔട്ട്. ബൈ.